നമ്മളിത് മീൻ പിടിക്കാൻ പോയത്. ഇനി നമുക്ക് നേരെ തണലിലെത്തിയിട്ട് കാണേ. നമ്മൾ സാധാരണ ചൂണ്ടിയിടാനാന്ന് പറഞ്ഞാൽ അത് ഈടെ തണൽ എക്കോ പാർക്കിലേക്കാണ്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് മീൻ പിടിക്കാനായിട്ടാണ്. ഇന്ന് നമ്മ മാത്രല്ല ഗുരുദാസാറിനുണ്ട്. നിങ്ങളിവിടെ നമ്മളെ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ഇത് പുഴയല്ലല്ലോ, ഇത് കാണാമല്ല. വഴിയും പോയാ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ആരെങ്കിലും പേടിച്ചു പോകല. ആ ഗുരു നമുക്ക് വയ്യാട്ടുന്നുണ്ടേ. വയ്യ അടിച്ചില്ല. കൊടുങ്കാട്ടിലെത്തുവാ ഗുരു. നിങ്ങളടുത്ത് നമ്മളിവിടെ കാട്ടിൽ കുടുങ്ങി, നമ്മളെ ആരും കൂട്ടുന്നില്ല. അയ്യോ പാവം നമ്മള് പുഴ കാണുന്നില്ലല്ലോ, ഇവിടെ കാട് മാത്രമേ കാണുന്നില്ല. കാണിച്ചാൽ നമുക്ക് പോയാ നിങ്ങൾ രാത്രിയെല്ലാം മീൻ പിടിക്കാൻ പോലും. യെസ്, നമ്മ കൊറേ ആയി വരാത്ത്, മഴയോട് വരലില്ല. മഴക്കാലം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് നമ്മ. ഇത്രയും നല്ല സ്ഥലമുണ്ടാ? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നല്ല അടിപൊളി സ്ഥലമാണല്ലോ, എല്ലാ സാധനവും ഉണ്ട്. ഇതാ നമ്മുടെ ഇത്രയും നല്ല സ്ഥലമുണ്ട്. ഇതാണ് നമ്മ മീൻ പിടിച്ച ഇട്ട് വെക്കുന്ന വല, അല്ല സഞ്ചിയെല്ലാം റെഡിയാക്കി വെക്കണം ഇറങ്ങുന്ന മുന്നേ. ഇത് നമ്മളെ മേത്ത് കെട്ടി വെക്കും, അന്നേരം പിന്നെ പ്രശ്നമില്ലല്ലോ. പണ്ടൊരു മുക്കുവൻത്തിനു പോയി ടെക്നോളജി ഇതാണേ. ആ റെഡിയായി. ഇതാ നമ്മളെ വല. ഒരു വലയാ? ഒരു വലയൊന്നും എടുത്തിട്ട് നമ്മളെ കുറേ വലയുണ്ട്. ഇതാ വലിയ വല. ഞാനീ കോട്ടിടും. വെള്ളത്തിൽ കൊതു ഉണ്ടാവുക? വെള്ളത്തിൽ കൊതുണ്ടാവും. കൊളോണിയും കൂട്ടിട്ട് വരണേ. ചെറിയ ചെറിയ പരലുകള്. അയ്യോ നമ്മളിവിടെ ഒറ്റക്കാക്കിട്ട് പോവേന്ന്. അയ്യേ ഉപ്പുണ്ടാ? ഈ അയിലെന്നെ തുപ്പിയും ചെയ്യും, അയിലെന്നെ നടക്കുകയും ചെയ്യാ. കളി കാണുമ്പോ തോന്നുന്നുണ്ട് നമുക്കത്. അത്ര പോരെ പോന്നില്ലോ? വലയിടലായാ? ഇടുന്നേ ഇടാൻ തുടങ്ങുവാ? ഒരു സൈഡ് ഒരാൾ പിടിച്ചിട്ട് മറ്റേ സൈഡ് അങ്ങോട്ട് നടക്കല ഒരാള്. ഗുഡ്ഡാസേട്ട നീന്താൻ അറിയാ? ഗുരുന് നീന്താൻ അറിയാ? അങ്ങോട്ടപ്പം അല്ല ഇത്രയും കാലം പുഴയിലൊക്കെ ഗുരുവിന് നീന്താറില്ല. പക്ഷെ ഗുരുവിന് ഇതെല്ലാം പരിചയമാണ്. ആദ്യമായിട്ടാ നമ്മ മീൻ പിടിക്കാൻ വന്നത്. ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വലയെടുത്തിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നത് ഞാനും സാങ്കൂട്ടനും ആദ്യമായിട്ടാണ്. അരനാട്ടം വരുമ്പോ സാധാരണ നമ്മളെ കൂട്ടില്ല. ഇന്ന് എന്തേന്നറിയില്ല കൂട്ടിനി കരക്ക് നിർത്തിച്ചിട്ട് ആശാനത് അങ്ങെത്തി. ആരെങ്കിലും വന്നിട്ട് നമ്മളെ തട്ടിക്കൊണ്ടു പോയാൽ പോലും ഏട്ടനറിയില്ല. കാണുന്നുണ്ട് അവിടെ ഒരു മിന്നായം പോലെ കാണുന്നുണ്ടല്ലോ അച്ഛനെ സാങ്കൂട്ട. അല്ല അതിന്റെ ഇടയ്ക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ ഇവിടെ ഒരാൾ ഇതാ കീയണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്.
എന്തായാലും കീക്കാ. പോന്നതിന് മുന്നേ സാങ്കുട്ടൻ എന്തായാലും കീക്കും. പോന്നതിന് മുന്നേ സാങ്കുട്ടൻ എന്തായാലും വെള്ളത്തെ കീക്കും. ഇത് നമ്മളെ വലിയത് അങ്ങ് വരെ എത്തി. കണ്ടടേ ആശാനടുത്ത് അതാ വെള്ളിയും ചോപ്പെന്നെല്ലാം പറയുന്നുണ്ട്. മീൻ എന്തെങ്കിലും കിട്ടിയപ്പാ? ജെല്ലി ഫിഷ് ആണെന്ന്. ആർക്ക്? ആശാനേ കിട്ടിയോ? എന്നാ കിട്ടിയേ? എത്രണ്ണം? എത്രണ്ണം? ആ ഇപ്പൊ പൊക്കിയത് മീനല്ലേ? ഇപ്പൊ ഇവിടെ വള്ളിണ്ടായത്? ആ കൊറേണം കിട്ടിയാ? ചാകരയാ? ചെമ്മീനുണ്ടാ? ചെമ്മീൻ അത് വലിയ കൊടുങ്ങൂല? മോശാത് നമ്മള് കണ്ടില്ല. തിരിയുന്നില്ല. അത് മോശാ? ഇനി ഇതിപ്പം അങ്ങോട്ടേക്ക് ഇതേപോലെ അങ്ങോട്ടേക്ക് നടക്കുവാ? അതെന്നാ മീൻ? എന്നാ ജെല്ലി ഫിഷാ? അത് ശരിക്കും മോശാ? അതെന്തേലും ചെയ്യുവാ? പാമ്പിനെ കണ്ടിനോ? ഈടുന്ന് കാണുമ്പോ അത് കൊട്ടയില് വെള്ളം നിറച്ച് കണക്കിണ്ട്. എത്ര എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടാവും? എടാ അവരെ കല്ലറിയല്ല. വിളമ്പൊക്കേത് പെടക്കുന്ന മീൻ. മോനെ കിട്ടി മോനെ. അയ്യൊന്നുമില്ലല്ലോ. മേത്തന്നാക്കല്ലേ മേത്തന്നാക്കല്ലേ. എന്തമ്മോ ഇത്ര വലുതല്ലേ? ശരിക്കും ദൂരത്ത് നിന്നാണ് കൊട്ടിയിൽ വെള്ളം നിറച്ച് നിൽക്കണ്ടേട്ടാ. അത് കഴുകണേ. നീ ഹായ് പറയണ്ട, പോയിക്കോ. ചെരുപ്പൂര് ചെരുപ്പൂര്. സാമിട്ട് പേടിയുണ്ടാ? സാമ പേടിയുണ്ടാ? തലൊന്നും നനക്കണ്ടേ? നല്ല രസമുണ്ടോ സാമു? ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ. അയ്യേ പേടിയാ. സാങ്കുട്ട എങ്ങനെയാ നീന്തല് പറഞ്ഞേ? കൈയിട്ട് എങ്ങനെ അടിക്കേ വേണ്ടു? വീട്ടിൽ നിന്നല്ല നല്ല വൃത്തി പറയണ്ടേ. വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് അടിച്ചാ മതിന്ന്. ഈടെ എത്തുമ്പോ കാണുന്നില്ലല്ലോ.
ആരൊക്കെ എടുത്തിട്ട് കിടന്നില്ല. ശാങ്കുട്ടാ നീന്തിയേ. നീന്തേ അയ്യേ ഇങ്ങനെ നീന്തലടാ. നീന്ത് വെള്ളത്തിൽ നീന്ത്. ഇതൊന്ന് ചെമ്മീനെ പിടിക്കാൻ പോന്നെയാ. ആടെന്നെ തുപ്പിട്ടു. സാങ്കുട്ടോ നീ മൂത്രയിച്ചിട്ട് വെള്ളത്തിലാന്ന് നീ ഇപ്പൊ നീന്തുന്ന്. നീന്ത്. ഇങ്ങനെ ഇങ്ങനെ നീന്ത്. വല ഇങ്ങനെ ഇങ്ങനെ നീന്ത്. താലേക്ക് ഓഹോയ് എല്ലാരും ഇതാ സങ്കടം നീന്തുന്നുണ്ടാ. എടാ ഇത് ആയുല്ല, ഇത്രയും ആയുള്ളൂ. അടക്ക്. ഇത്രയും മീനെ പിടിച്ചിട്ട് ഇനി നമ്മ നേരെ വീട്ടിലേക്ക്.